Hi friends, welcome back to my channel Squad Gamer. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സോളോസ് ഡുവോ റാങ്ക്ഡ് മാച്ചാണ്. നമ്മൾ ഡയമണ്ടിൽ നിൽക്കുന്ന സമയത്ത് കളിച്ചൊരു മാച്ചാണിത്. അപ്പം നമ്മുടെ കൂടെ എനിമീസ് ഒന്നുമില്ല. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിച്ച് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാഗിന് സ്കിൻ എക്യൂപ്പ് ചെയ്യാൻ മറന്നായിരുന്നു. അപ്പോൾ തന്നെ ഇറങ്ങിയ ചാവൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്കൊരു വെസ്റ്റ് കിട്ടി, അതുപോലെ തന്നെ ബാഗ് നല്ല അടിയും കിട്ടി. ഓടി കണ്ടം പിടിച്ച് നമുക്ക് ഗണ്ണൊക്കെ സെറ്റാക്കാം. നമ്മുടെ മിഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നോക്കുന്നത്. ഇപ്പം നമ്മുടെ മെൻജൈൻ മിഷൻ അങ്ങനെ എന്താണ് നമ്മുടെ മിഷൻ്റെ പേര്. എന്തായാലും എനിക്ക് ടോക്കൺസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങുമായിരുന്നു. നമ്മുടെ ഗണ്ണ് വാങ്ങിയിരുന്നു മെൻജൈൻ മിഷന്. ടോക്കൺസ് കിട്ടുമോ നോക്കാം. അപ്പം ഇതിന് മുന്നേ ഇവിടുത്തെ ഒരു എനിമി, അവൻ എനിക്ക് നല്ല ഡാമേജ് ഒന്ന് അടിച്ചാണ് നോക്കാക്കി. അപ്പം തന്നെ കില്ലെടുത്തു. അവൻ്റെ ടീമേറ്റാണ് തോന്നുന്നു, നമ്മളെ സൈഡിൽ നിന്ന് അടിച്ചു. എന്തായാലും കവർ എടുത്തിട്ടുണ്ട്. പ്രോപ്പർ കവർ ചെയ്ത് നമുക്ക് അവനെ മാത്രമേ നമുക്ക് അവനെ അടിക്കാം. നല്ല പ്ലെയറാണെങ്കിൽ എന്നെ വളഞ്ഞ് വന്ന് അടിച്ച് തീർക്കും. എന്തായാലും നമുക്ക് നോക്കാം അവനെന്നെ തീർക്കുമോ ഇല്ല. അപ്പം അവൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയി. എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പോട്ടെ. എനിക്ക് ലൂട്ട് ചെയ്യാം. അവൻ ലൂട്ടിയിട്ടില്ല ഇവിടെ ഒന്നും. അതുപോലെ തന്നെ വീഡിയോ ലെങ്ത്താണോ ഒന്നും അറിയത്തില്ല. നമുക്ക് റെക്കോർഡ് ചെയ്ത് ഞാൻ ലെങ്ത് ആണെങ്കിൽ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അപ്ലോഡും ചെയ്യും. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും കൂട്ടാനും സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓളിലിട്ട് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം. നമ്മളിങ്ങനെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഫസ്റ്റിനൊരു പിങ്ക് കൊറോണ ബോക്സ് എന്ന് പറഞ്ഞ ബോക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗണ്ണ് ഒക്കെ സ്നൈപ്പേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സംഭവമാണ് നമ്മളെ ഗെയിമിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഗണ്ണ് കിട്ടാതെ സമയത്തൊക്കെ നമുക്ക് ടോക്കൺസ് തന്നെ വന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ മതി. നമ്മുടെ വോയിസ് നമ്മൾ കുറച്ചിട്ടതാണ്. ഇനി വേണേൽ കൂട്ടാം. അടുത്ത വീഡിയോയിൽ ഇനി കൂട്ടണമെന്ന് നിങ്ങൾ പറയാം. എന്നാലും നമ്മൾ ഡയമണ്ടിൽ നിൽക്കുമ്പോഴാണ് ഇത് കളിക്കുന്നത്. നമുക്ക് പേഴ്സണലി ഒരു കില്ലാണ്, ഒരു കില്ല് കൊണ്ട് ചാവുമെന്ന് അറിയത്തില്ല. എന്നാലും ഈ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നമ്മളൊക്കെ ഒരു ടോപ്പ് 10 വരെ പിടിച്ച് നിന്നില്ലെങ്കിലും മൈനസ് തന്നെ കിട്ടത്തുള്ളൂ. കാരണം ഡയമണ്ടാണ്. അപ്പം എനിക്ക് മുന്നേ ടോപ്പ് 10 വരെ പിടിച്ച് നിന്നിട്ട് മൈനസാണ് കിട്ടിയത്. അപ്പം ഗരേണ കുറേ ഉടായ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗെയിമിലേക്ക് എന്തൊക്കെ ബഗ്ഗും കാര്യങ്ങളും. അപ്പോൾ കേസ് നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഒന്ന് പോയി എക്സ്ചേഞ്ച് ചെയ്ത് നോക്കണോ? ഒന്ന് പോയി എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഷോർട്ട് റേഞ്ച് സെറ്റല്ല, കാരണം നമ്മുടെ അടുത്ത് ആ വെക്ടർ ഗണ്ണാണുള്ളത് പുതിയ വന്നേ. അപ്പം എന്താ ഫൈനൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഒരുത്താൻ കുറേ നേരമായി കില്ലെടുക്കുന്നു.
അങ്ങനെ അവൻ്റെ കൈ കൊണ്ട് ചാവും തോന്നുന്നു. അപ്പോൾ തന്നെ അവനെ ഏതോ കളിയിൽ ഞാൻ കില്ല് ചെയ്താൽ മതി തോന്നുന്നു. ടോപ്പിൽ നമ്മുടെ ബാഡ് ലിസ്റ്റിൽ ടോപ്പിൽ അവനായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ കില്ല് ചെയ്തെന്ന് തോന്നുന്നു. നമ്മൾ 2 മെഡിക്കിറ്റിന് ഏകദേശം ഒരു കോയിനാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കോയിൻ ഉണ്ട്. എന്തായാലും നമുക്ക് മേടിക്കണ്ട, വെറുതെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഫീമെയിൽ ബണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നോർമൽ ബൗണ്ടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ സ്പിൻ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അതായിരിക്കും. ഇപ്പം നോർമൽ ബൗണ്ടി നമ്മുടെ ഫീമെയിൽ ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ എനിക്ക് അവർ പറയുന്ന പോർട്ടൽ ചാർജ് 100 ആവണമെന്നാണ്. ഇപ്പം എൻ്റേത് ആയിട്ടുണ്ട്, എന്നാലും എനിക്ക് സ്പിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മാച്ചിലേക്ക് വരാം. അങ്ങനെ നമ്മളിങ്ങനെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഷോർട്ട് റേഞ്ച് സെറ്റല്ല, എങ്ങനെയെങ്കിലും സെറ്റാകണം. അപ്പോൾ താഴെ ഒരു ടീമാണോ അവർ എതിരാണെന്നൊന്നും അറിയത്തില്ല. 2 പേരെ താഴെ ഉണ്ട്. ഇനി എന്തായാലും മാക്സിമം സർവൈവ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇപ്പോൾ പോയി ചത്താൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് മാക്സിമം ഒരു 14 വരെ നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട്. നമ്മൾ വേറെ നോക്കെടുത്തിട്ടുണ്ട്. അവൻ്റെ ടീംമേറ്റാണ് തോന്നുന്നത് ലോങ്ങിൽ നിന്ന് അടിച്ചത്. അവൻ്റെ ടീംമേറ്റ് തന്നെയാണ് ഗൈസ്. അവൻ നല്ല അടി തരുന്നുണ്ട്. എന്തായാലും ഇൻഹേലർ യൂസ് ചെയ്യാം. കറങ്ങി അടിക്കാൻ മാത്രം നോക്കുക. നമ്മൾ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് അടിച്ച് പഞ്ഞിക്കിട്ട് തരും. നമുക്ക് അവൻ അടിച്ച് തീർക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഡുവൈപ്പ് ചെയ്തു. കിടുക്കാച്ചി ഡുവൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി അവന്മാരെ ഒന്ന് ലൂട്ടാം. അപ്പം ഗൈസ് ഇവൻ്റെ അടുത്ത് ഒരുപാട് മെഡിക്കിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് ഈ ഗ്രോസ മാറ്റിയിട്ട് എടുക്കാനൊരു ഗണ്ണാണ്. അപ്പം എൻ്റെ അടുത്ത് 7-4 ഉണ്ട്, അത് വേണ്ട. അപ്പം മുകളിൽ കില്ല് ചെയ്താണ് ലൂട്ടി നോക്കാം. ഓക്കെ, ഇവിടെ അടുത്ത് ഡ്രാഗണോ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രാഗണോനെ തൂക്കിയിട്ടുണ്ട്. ഇവന്മാർ നല്ല കില്ലെടുത്തിട്ടുണ്ട് ഇവിടെ താഴെ. ഇവന്മാരാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആ ബോട്ടാണെന്ന് തോന്നുന്നു കില്ലെടുത്തത്. കാരണം ലൂട്ട് ബോക്സ് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ കൊന്നൊരു ബോട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവൻ നല്ല പ്ലെയറായിരുന്നു. നമ്മൾ ടോപ്പ് 8 ഗ്ലൂ വാളാണ് കണ്ടത്. ഗ്ലൂ വാളിന് സ്കിന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഡയമണ്ട് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മളപ്പം കളിക്കാനുള്ള താല്പര്യമുള്ളവരും കമൻറ്റ് ചെയ്യാം. നമ്മുടെ കളി കുറച്ച് പേരുന്നാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കിടുക്കാച്ചി എമൗണ്ട് കൊടുക്കാം. എന്നിട്ടുള്ള എല്ലാം കൂടി നമ്മൾ ഇട്ട് വെറുപ്പിക്കുകയാണ്. എന്തായാലും ചത്ത കുഴപ്പമില്ല, തീർന്ന സീനൊന്നുമില്ല. നമുക്ക് ഒരു 3 കില്ല് കിട്ടിയിട്ടുണ്ട്. ബോയ് അടിച്ച ആ വിഷയമായിരിക്കും. റാങ്കഡ് ഗെയിം എടുക്കാൻ തോന്നിയത് എന്തായാലും വേറെ ലെവലായിട്ടുണ്ട്. ഒരു 8-7 വരെ പിടിച്ചിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡയമണ്ടിന് ബോയ് അടിച്ചിരുന്നു ഒരൊറ്റ വട്ടം. അതിനനുസരിച്ച് നമുക്ക് മൈനസും കിട്ടി അടുത്ത കളിയിൽ. ഞാൻ 3-4 വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കി, അപ്പോൾ ഒക്കെ ബാക്കടിഞ്ഞ് പോയതായിരുന്നു. എന്തായാലും ഈ വീഡിയോ മര്യാദ കിട്ടിയിട്ടുണ്ട്. വീഡിയോക്ക് സൗണ്ടിന് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. വെസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും വെസ്റ്റ് മുഖ്യം. ഓക്കെ, എന്താ സ്ഥലം കാട്ടുസോ, അങ്ങോട്ടൊരു ഒന്നുകൂടി പോയാലോ. അവിടെ നമ്മൾ നേരത്തെ ഒരു വണ്ടി ഗൈസ് അപ്പോൾ കാണിക്കുന്നുണ്ട്.
മാപ്പിലൊരു വണ്ടി കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിനകത്തേക്ക് കയറാം. ഒന്ന് ഇടിച്ച് തെറിപ്പിക്കും. നമുക്ക് ആ മെഷീൻ ഇനി വീട്ടിലെവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ലംബോർഗിനിയാണ്. അതുപോലെ നമ്മുടെ ക്രോണോ ഇവൻറ്റിലുള്ള ചട്ടി ഞാൻ എടുത്തായിരുന്നു. പാൻ്റെ സ്കിന്നെടുത്തു. ഒരു രക്ഷയില്ല, കിടിലൻ സാധനമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കാർക്കും കിട്ടുമെന്നൊന്നും പറയാം. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത കൂട്ടുകാരൊക്കെ പോയി ഫോളോ ചെയ്യുക. സ്കോഡ് ഗെയിമർ എന്നാണ് പേര്. ഞാൻ നേരത്തെ ചെയ്ത വൈപ്പ് തീർത്ത് എൻ്റെ അടുത്ത് മിസ്സായിരുന്നു. എന്നാലും എനിക്ക് അവനെ വേണം. അവിടെ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലംബോർഗിനി മറഞ്ഞു കിടക്കും. എന്താ കൊള്ളാലെ പുളി സാധനം. താഴെ എണിമി നമുക്ക് എന്തായാലും അവിടെ പോയി നേരെ എത്താം. അവനവിടെ അവൻ ആ വീടിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ നിങ്ങളാരെയും കണ്ടോന്നൊന്ന് പറയാം. രണ്ട് പേരുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മുകളിൽ നിന്ന് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനെ എവിടെയാണെന്നാണ് നോക്കുന്നത്. അവനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ മുകളിലും താഴെ ഒരു എനിമിയുണ്ട്. അയ്യോ ഗൈസ്, അവൻ കറങ്ങി വന്ന് ബാക്കിൽ നമ്മളെ AWM വെച്ച് ഹെഡ് ഷോട്ട് അടിച്ചിട്ടു. എന്നാലും ഫൈനൽ സ്ട്രൈക്ക് ഇവൻ്റെ ടീംമേറ്റ് ആയിരുന്നു. എന്നാലും ഒരു രക്ഷയില്ലാത്ത കളിയവൻ. 5 കില്ലുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.